പത്താമത്തെ ശ്ലോകമാണ് കഴിഞ്ഞു തോന്നുന്നു അല്ലെ. പത്താമത്തെ ശ്ലോകം കഴിഞ്ഞു. അതെ, 10 കഴിഞ്ഞു. യെസ്. അപ്പൊ അതില് പറഞ്ഞതാണ് ആത്മാനുഭവം അല്ലെ. ആ ഒരു യോഗം ആഗ്രഹിക്കുന്ന സാധകൻ എങ്ങനെ ചെയ്യണം എന്നാണ് പറയുന്നത്. മറ്റുള്ളവരിൽ നിന്ന് ഒന്നും തന്നെ വാങ്ങി സൂക്ഷിക്കാതെ അല്ലെ, അപരിഗ്രഹം, ഒന്നും ആരിൽ നിന്നും സ്വീകരിക്കാതിരിക്കുക. ഈശ്വരനിൽ നിന്ന് പോലും എന്ന് പറഞ്ഞാൽ ആഗ്രഹം നിവർത്തിക്കാനുള്ള പ്രാർത്ഥന വെക്കാതിരിക്കുക. അതുപോലെ അനുഗ്രഹമൊന്നും ചോദിക്കാതെ ചിത്തവൃത്തികളെല്ലാം അടക്കി, മനസ്സിലെ സങ്കല്പങ്ങളൊക്കെ അടക്കി, പിന്നെ എന്ത് വേണം? ബുദ്ധി ലക്ഷ്യത്തിൽ ഉറപ്പിക്കണം. ലക്ഷ്യം എന്ന് പറയുന്നത് ആത്മാവാണ്, അതിൽ ഉറപ്പിക്കുക. എന്നിട്ട് എന്ത് വേണം? ഒറ്റയ്ക്ക് ഏകാന്തമായ ഒരു സ്ഥലത്ത് ഇരുന്ന് ധ്യാനം പരിശീലിക്കുന്ന സമയത്ത് നിരന്തരമായിട്ട് ആത്മസമാധി അനുഭവിക്കണം എന്നാണ് പറയുന്നത് അല്ല. ധ്യാനം എങ്ങനെ ചെയ്യണം എന്നുള്ളത് പറഞ്ഞു തരികയാണ്. അതാണ് പറഞ്ഞു നിർത്തിയത്. അപ്പോ ഇനി എങ്ങനെ ധ്യാനം ചെയ്യണം? ധ്യാനത്തിന് ഇരിക്കേണ്ടത് എങ്ങനെയാണ്? അപ്പൊ ധ്യാനയോഗം പരിശീലിക്കാനായിട്ട് എന്താണ്, എങ്ങനെ ഇരിക്കണം എന്നുള്ളതാണ് പറയണം. ആ ഇരിപ്പ്, ധ്യാനത്തിനുള്ള ഇരിപ്പ് വളരെ പ്രധാനമാണ്. സ്ഥിരാസനം, സ്ഥിരമായിട്ടിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ അതിനെക്കുറിച്ചാണ് എങ്ങനെ ഇരിക്കണം എന്നുള്ളതാണ് ഈ അടുത്ത 2 ശ്ലോകങ്ങൾ കൊണ്ട് പറയുന്നത്. അപ്പൊ ഇതൊന്നും യോഗാരൂഢന് വേണ്ടിയിട്ടല്ല, കാരണം അദ്ദേഹത്തിന് ഇതിന്റെ ആവശ്യമില്ല. അദ്ദേഹം ആൾറെഡി ഇത് അച്ചീവ് ചെയ്ത ആളാണ്. അപ്പൊ സാധകനാണ്. അതുകൊണ്ടാണ് ഇവിടെ യോഗി സാധകനാണ് എന്ന് പറയാനുള്ള കാരണം അതാണ്. ഈ 11ാമത്തെ ശ്ലോകം, 11, 12 ചൊല്ലിക്കോളൂ. അൺമ്യൂട്ട് ചെയ്തോ. സുജൗ ദേശപദൃഷ്ടാപ്യ സ്ഥിരമാസനമാത്മനഃ ജ്ഞാത്യുച്ഛത്തിദന്നാദിനേചം ചൈലാജിനകുക്സോത്തരം തൈത്രേകാഗ്രമനഃ കൃത്വാ യദ്ചിത്തേന്ദ്രിയക്രിയഃ ഉപവിശ്യാസനേ യുജ്ഞാത് യോഗാത്മാത്മവിശുദ്ധയേ. അടുത്ത 2 ശ്ലോകം കൊണ്ട് അങ്ങനെയാണ് പറയുന്നത്. ശുചൗദ്ദേശേ പ്രതിഷ്ഠാപ്യ സ്ഥിരമാനസമാത്മനഃ ജ്ഞാത്യുച്ഛ്രിതം ജ്ഞാതി നീചം ശൈലാചന കുശോത്തരം തത്രൈകാഗ്രം മനഃകൃത്വാ യഥചിത്തേന്ദ്രിയക്രിയ ഉപവിശ്യാസനേ യുഞ്ജ്യാത് യോഗമാത്മവിശുദ്ധയേ. 2 ശ്ലോകങ്ങളില് അതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ എങ്ങനെ വേണം? പവിത്രമായ ഒരു സ്ഥലത്ത്, ശുചൗദ്ദേശേ, ശുചിയുള്ള ഒരു സ്ഥലത്ത് വേണം ധ്യാനത്തിനിരിക്കുക എന്നാണ്. പവിത്രമായ ഒരു സ്ഥലത്ത് വേണം ധ്യാനത്തിനിരിക്കുക. പിന്നെ എങ്ങനെ ഇരിക്കണം? അത്യുച്ഛ്രിതം, അധികം ഉയരത്തിലല്ലാതിരിക്കണം എന്നാണ്. അധികം ഉയരത്തിലിരിക്കരുത്. പിന്നെ അധികം താഴെയും ഇരിക്കരുത്. വല്ലാതെ താഴത്തും ഇരിക്കരുത്, അല്ലാതെ ഉയരത്തിലും ഇരിക്കരുത്. പിന്നെ അത് വേണം. ഇരിപ്പിടം എങ്ങനെ ഒരുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുശപ്പുല്ല്, ദർഭ അല്ലെ, അത് ഒന്നിനു മേലെ ഒന്നായിട്ട് ഇങ്ങനെ വെക്കുക. കുശപ്പുല്ല് വെക്കുക. അതിന് മേലെ മൃഗത്തോല്, മാനിന്റെ തോല്, അതിന്റെ മേലെ വസ്ത്രം വിരിക്കുക. ഇങ്ങനെ വേണം വിരിച്ചിട്ട് വേണം ഇളകാത്ത സ്ഥലത്ത് തനിക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടം വേണ്ട പോലെ തയ്യാറാക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ഈ രീതിയിൽ ഇന്നത്തെ കാലത്ത് ധ്യാനിക്കാൻ പുറപ്പെടണ്ട. കാരണം മൃഗത്തോല്, മാനിന്റെ തോലൊക്കെ വിരിച്ചിരുന്നു കഴിഞ്ഞാൽ പോലീസ് അപ്പോഴേ വന്ന് കൊണ്ടുപോകും. ഇത് അന്നത്തെ കാലത്താണ്. അന്നത്തെ കാലത്ത് പറഞ്ഞതാണ്. അന്ന് ഇന്നത്തെ മാതിരി യോഗ മാറ്റ് ഒന്നും ഇല്ല. അപ്പൊ നമ്മൾക്ക് ഇതിന് പകരം യോഗ മാറ്റ് ഉപയോഗിച്ചാൽ മതി. ഇനി മൃഗത്തോൽ, മാനിന്റെ തോല് വേണം, അതിലിരുന്ന് ധ്യാനിച്ചാലേ ധ്യാനം ശരിയാവൂ എന്ന് വിചാരിച്ച് ആരും മാൻതോൽ അന്വേഷിച്ച് പോണ്ട, അത് അപകടത്തിലാവും. അപ്പൊ യോഗ മാറ്റ് അത്രേ ഉള്ളൂ. അപ്പൊ പണ്ട് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ നിയമം അങ്ങനെയാണ്. കുശപ്പുല്ല് വിരിക്കുക, അതിന്റെ മേലെ മാനിന്റെ തോല്, അതിന്റെ മേലെ വസ്ത്രം വിരിക്കുക. എന്നിട്ട് ഇളകാത്ത സ്ഥലത്ത്, ഇളക്കം തട്ടാനായിട്ട് പാടില്ല, അവിടെ വേണം തനിക്ക് ഇരിപ്പിടം, ഇരിക്കാനുള്ള സ്ഥലം വേണ്ട പോലെ തയ്യാറാക്കണം. എന്നിട്ട് ആ ഇരിപ്പിടത്തിലിരുന്ന് മനസ്സിനെ ധ്യാനനിരതമാക്കണം. എങ്ങനെ ധ്യാനനിരതമാക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സങ്കല്പങ്ങളൊക്കെ തടയണം. സങ്കല്പങ്ങളൊന്നും വരാൻ അനുവദിക്കരുത്. ഇന്ദ്രിയാനുഭവങ്ങളെയൊക്കെ തടയുക. ഇന്ദ്രിയങ്ങളൊന്നും എവിടെയും പുറത്തേക്ക് പോണ്ട. പിന്നെയോ രാഗദ്വേഷങ്ങളൊക്കെ നീങ്ങി ഹൃദയം ശുദ്ധമാവാനായിട്ട് ആത്മാനുഭവത്തിന് വേണ്ടി പ്രയത്നിക്കണം എന്നാണ് പറയുന്നത്. യോഗം ആത്മവിശുദ്ധയെ. അപ്പൊ ഈ ഒരു ക്രമം അല്ലെങ്കിൽ ഈ ഒരു സാധന ആർക്കുള്ളതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
കർമ്മവാസനകൾ അവസാനിച്ചിട്ടില്ലാത്ത സാധകനാണ് യോഗാരുരുക്ഷു എന്നാണ് പറയാ. ആ സാധകനാണ് ഈ ഒരു എന്താണ് സിസ്റ്റം എന്ന് പറയുന്നത്, ഈ അഭ്യാസം. കാരണം യോഗാരൂഢൻ എന്ന് പറഞ്ഞ ആൾറെഡി ആ തലത്തിൽ എത്തിയ ആളാണെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് ആത്മവിശുദ്ധിയുടെ പ്രശ്നം എഴുതിക്കുന്നില്ല, കാരണം അദ്ദേഹം ആൾറെഡി അതിലെത്തിയ ആളാണ്. അപ്പോ അതുകൊണ്ട് അർജുനൻ ആ തലത്തിൽ എത്തിയതുകൊണ്ട് അർജുനൻ സാധകന്റെ തലമാണ്, സത്യാന്വേഷിയുടെ തലമാണ്. അപ്പൊ അതുകൊണ്ട് അർജുനനുള്ള ഉപദേശമാണ്, നമ്മൾക്കൊക്കെ ഉപദേശമാണ് ഇങ്ങനെയാണ് ധ്യാനിക്കേണ്ടതെന്നുള്ളത്. അപ്പൊ അർജുനനെ സംബന്ധിച്ച് അദ്ദേഹം യുദ്ധമൊക്കെ സന്ധ്യാസമയത്ത് അവസാനിപ്പിക്കും, ഇല്ല യുദ്ധമൊക്കെ അവസാനിച്ച് രാത്രി വിശ്രമിക്കാനായിട്ട് വരികയാണ്. അപ്പൊ ആ വിശ്രമിക്കാനായിട്ട് വരുന്ന അർജുനന് ഈ യോഗ പരിശീലനം വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല, കാരണം യുദ്ധമൊക്കെ ചെയ്ത് ക്ഷീണിച്ച് വരുന്ന ആളാണ്, തളർന്നു വരുന്ന ആളാണ്. അപ്പൊ ഇത് സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ട്, അപ്പൊ ഏകാന്തത്തിലുള്ള ഈ ഒരു യോഗ പരിശീലനം തനിച്ചാണ് ചെയ്യേണ്ടത് എന്നാണ്. ഇത് ആത്മാനുഭവത്തിന് വഴിതെളിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അർജുനൻ ഈ സാധന ചെയ്യണമെങ്കിൽ എന്താണ് അർജുനന്റെ ഗുണം, അർജുനൻ ഉണ്ടാവാൻ പോകുന്ന ബെനിഫിറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ അർജുനന്റെ ഉള്ളിൽ ആ യുദ്ധവാസനയെല്ലാം നീങ്ങിപ്പോകും. എന്ന് മാത്രമല്ല അർജുനന്റെ ഉള്ളിൽ ഹൃദയം ശുദ്ധമാവും. അർജുനന് ആ യോഗാരൂഢ പദവി നേടാൻ സാധിക്കും എന്നാണ് ഇതിലെ സൂചന. അപ്പൊ ആ ഒരു തലത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വേണം, ആവശ്യമാണെങ്കിൽ യുദ്ധവും ചെയ്യാം. എങ്ങനെ ചെയ്യാം? ഈശ്വരാരാധനയായിട്ട് ചെയ്യാം. അപ്പോ യുദ്ധം പോലും ഈശ്വരാരാധനയായിട്ട് യജ്ഞരൂപത്തിൽ അനുഷ്ഠിക്കാനുള്ള ശക്തി കിട്ടും അർജുനന് എന്നാണ് പറയുന്നത് ഈ യോഗ പരിശീലനത്തിലൂടെ. അപ്പൊ യോഗ പരിശീലനം കൊണ്ട് ആത്മവിശുദ്ധി നേടാൻ സാധിക്കും. അപ്പൊ ആത്മാവ് ശുദ്ധമായി കഴിഞ്ഞാൽ, ഉള്ള ശുദ്ധമായി കഴിഞ്ഞാൽ പിന്നെന്താണ്? വസ്തുബോധം വളരാൻ തുടങ്ങും. അത് നിരന്തരമായിട്ടുള്ള വസ്തുബോധം ഉള്ളിൽ തെളിയും. അപ്പൊ നിരന്തരമായ വസ്തുബോധം ഉള്ളിൽ ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ യോഗാരൂഢത്വം അത് വന്നു ചേരും എന്നാണ് പറയുന്നത്. അപ്പൊ ഇതൊക്കെ തുടക്കത്തില്, യോഗ പരിശീലനത്തിന്റെ തുടക്കത്തില് ഇതൊക്കെ വേണമെന്നാണ് പറയുന്നത്. ഏതാണ്? ദേശശുചിത്വം, സ്ഥലം ശുദ്ധിയായിരിക്കണം. അപ്പൊ ആ ഒരു തലത്തിലേക്ക് ഒരറ്റത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, പിന്നെ ശുചിയും ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല, ആസന സ്ഥിരത നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ യോഗ പരിശീലനത്തിന്റെ തുടക്കത്തില് ഇതെല്ലാം ആവശ്യമാണ്, കാരണം എങ്കിലേ അത് സാധിക്കുള്ളൂ എന്നാണ്. അതുകൊണ്ട് ദേശശുചിത്വം വേണം, സ്ഥലം ശുചിയായിരിക്കണം, ആസനം സ്ഥിരമായിരിക്കണം, സ്ഥിരമായ ഇരിപ്പിടത്തിലായിരിക്കണം ഇരിക്കേണ്ടത്. അപ്പൊ ഇതൊക്കെ ആ യോഗ പരിശീലനത്തിനെ സഹായിക്കുന്ന ഘടകങ്ങളാണ് എന്നാണ് പറയുന്നത്. തുടക്കത്തിൽ, ആരംഭത്തിൽ ഇതൊക്കെ സഹായിക്കും. അതേപോലെ ഇനി ആസന സ്ഥിരതയെ കുറിച്ച് പറഞ്ഞു അല്ലെ, സ്ഥിരമായ ആസനത്തിലിരിക്കണം എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ശരീരത്തിന്റെ കാര്യത്തിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. ദേഹസ്ഥിതി, ശരീരത്തിനെ ശ്രദ്ധിക്കണം തുടക്കത്തിൽ ധ്യാനം സഫലമാവാൻ അല്ലെങ്കിൽ യോഗം സഫലമാവാൻ. അപ്പോ ശരീരത്തിന്റെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതും കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാല് ആ യോഗം അത് എന്താണ്, അത് സിദ്ധി പ്രാപിക്കുള്ളൂ, പൂർണ്ണതയിലേക്ക് എത്തുള്ളൂ എന്നാണ് അടുത്ത പദ്യങ്ങളില് അതാണ് പറയാനായിട്ട്. അടുത്ത 2 പദ്യങ്ങൾ 13ഉം 14ഉം ചൊല്ലാം. സമം കായശിരോ ഗ്രീവം ധാരയന്നചലം സ്ഥിരഃ സംപ്രേക്ഷ്യ നാസികാഗ്രം സ്വം ദിശശ്ചാനവലോകയൻ പ്രശാന്താത്മവിഗബദേ ബ്രഹ്മചാരി വ്രതേ സ്ഥിതഃ മനഃസംയമ്യമച്ഛിത്തോ യുക്ത ആസിതമത്പരഃ. അടുത്ത 2 ശ്ലോകങ്ങൾ കൊണ്ട് ശരീരത്തിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? സമം കായ ശിരോഗ്രീവം ധാരയൻ അചലം സ്ഥിര സംപ്രേക്ഷ്യ നാസികാഗ്രം സ്വം ദിശച്ഛാനവലോകയൻ പ്രശാന്താത്മാ വിഗതഭീ ബ്രഹ്മചാരി വ്രതേ സ്ഥിതഃ മനഃസംയമച്ഛിത്ത യുക്ത ആസീത മത്പരഃ. 2 ശ്ലോകം കൊണ്ട് പറയുന്നു. അപ്പൊ നേരത്തെ ആസന സ്ഥിരത ഉണ്ടാവാന്ന് പറഞ്ഞു. അവൻ ആസന സ്ഥിരതയൊക്കെ നേടിക്കഴിഞ്ഞാൽ പിന്നെ യോഗി എന്ന് പറഞ്ഞാൽ സാധകൻ എങ്ങനെയാണ് ഇരിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്റെ ശരീരം, അതുപോലെ തല, കഴുത്ത് ഇതൊക്കെ ഒരേ ലൈനിലായിരിക്കണം, നേർരേഖയിലായിരിക്കണം, സമരേഖയിലായിരിക്കണം എന്നാണ് പറയുന്നത്. നിവർന്നിരിക്കണം എന്നർത്ഥം. തല ഇങ്ങനെ കൊമ്പിട്ടിരിക്കാനൊന്നും പാടില്ല, സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണം. അപ്പൊ ശരീരം നേരെ, ശരീരം, കഴുത്ത്,
അതുപോലെ തല, ഇത് ഒരേ ലൈനിലായിരിക്കണം എന്നാണ്. അങ്ങനെ ഇരിപ്പിടത്തിൽ നനങ്ങാതിരിക്കണം എന്ന് പറയുന്നത്, നിശ്ചലമായിട്ടിരിക്കണം. എന്നിട്ട് എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ തന്റെ ദൃഷ്ടി മൂക്കിന്റെ നാസികാഗ്രത്തിൽ സൂക്ഷിച്ച് നോക്കുന്നത് പോലെ ദൃഷ്ടി ഉറപ്പിക്കണം എന്നാണ് പറയുന്നത്. ഇതിനൊക്കെ അർത്ഥങ്ങളുണ്ട്, അത് തുടർന്ന് പറയാം. അപ്പൊ നാസികാഗ്രത്തില് സൂക്ഷിച്ച് നോക്കുന്ന പോലെ ദൃഷ്ടി ഇങ്ങനെ മൂക്കിന്റെ അറ്റത്തേക്ക് ഇങ്ങനെ ഉറപ്പിക്കുക. എന്നിട്ട് അങ്ങനെ ഉറപ്പിക്കുക. പിന്നെന്ത് വേണം? ദൃഷ്ടി ചുറ്റുപാടിലേക്കൊന്നും പതിയരുത് എന്നാണ് പറയുന്നത്. ചുറ്റുപാടൊന്നും നോക്കരുത് ദൃഷ്ടി. അപ്പൊ ദൃഷ്ടി ചുറ്റുപാടൊന്നും നോക്കാതെ നാസികാഗ്രത്തിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് മനസ്സിനെ ശാന്തമാക്കുക. മനസ്സിനെ ശാന്തമാക്കുക. ഉള്ളിൽ നിന്ന് എല്ലാ ഭയവും ഉപേക്ഷിക്കണം എന്നാണ് പറയുന്നത്. ശരീരത്തിന്റെ സുഖത്തെക്കുറിച്ചുള്ള ചിന്തയെല്ലാം നീക്കം ചെയ്യണം. ശരീര സുഖത്തെക്കുറിച്ചുള്ള ചിന്ത വെടിയുക. പിന്നെയോ മനസ്സിനെ ഉള്ളിലേക്ക് തിരിച്ചു നിർത്തുക, അന്തർമുഖമാക്കുക. എന്നിട്ട് എന്ത് വേണം? എവിടെ ഉറപ്പിക്കണം മനസ്സിനെ? ഭഗവാൻ പറയുന്നത് എന്നിൽ ഉറപ്പിച്ച് എന്നാണ്. മനസ്സിനെ അന്തർമുഖമാക്കി ചുറ്റുപാടൊന്നും ശ്രദ്ധിക്കാതെ മനസ്സിനെ ഉള്ളിലേക്ക് തിരിക്കുക. എന്നിട്ട് ആ ചിത്തത്തെ എന്നിൽ ഉറപ്പിച്ച് എന്നെ ധ്യാനിച്ചുകൊണ്ടിരിക്കണം എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇപ്പോ ആസനസ്ഥിരത നേടിക്കഴിഞ്ഞാൽ അനങ്ങാതെ നിശ്ചലമായിട്ടിരിക്കാൻ കഴിയണം. അല്ലെ, ആസനസ്ഥിരത എന്ന് പറഞ്ഞാൽ അതാണ്. എന്ന് പറഞ്ഞാൽ ആസനസ്ഥിരത നേടിക്കഴിഞ്ഞാൽ പിന്നെ ഈ സങ്കല്പങ്ങൾ, ലൗകികമായ സങ്കല്പങ്ങൾ വന്നാലും ശരീരം ഇളകാതെ നിശ്ചലമായിരിക്കാൻ പാകത്തില് ഉള്ളിൽ ശക്തി സംഭരിക്കണം എന്നാണ് പറയുന്നത്. അല്ലെ, ചിലപ്പോൾ ചിന്തകൾ, ലൗകികമായ ചിന്തകൾ വന്നു കഴിഞ്ഞാൽ ശരീരത്തിന് ഇളക്കം തട്ടും, ശരീരം അനക്കും, സ്ഥിരത നഷ്ടപ്പെടും. അത് സംഭവിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അത് അനങ്ങാതെ ഇരിക്കാനുള്ള മാർഗമാണ് നേരത്തെ പറഞ്ഞത് എങ്ങനെ ഇരിക്കണം എന്നുള്ളത്. ശരീരം, തല, കഴുത്ത് ഇതൊക്കെ നേർരേഖയിൽ നിവർന്നിരിക്കുന്ന സമയത്ത് ആ ശക്തി നേടാൻ സാധിക്കും എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പിന്നെ ലൗകിക സങ്കല്പങ്ങൾ വന്നാലും ശരീരത്തിന് ഇളക്കം തട്ടില്ല എന്നാണ്. മനസ്സിലായോ? അപ്പോ എന്തിനാണ് നാസികാഗ്രത്തിൽ എന്ന പോലെ ദൃഷ്ടി, എന്ന പോലെന്നേ പറഞ്ഞിട്ടുള്ളൂ, നാസികാഗ്രത്തിൽ എന്ന് പറഞ്ഞിട്ടില്ല. നാസികാഗ്രത്തിൽ എന്ന പോലെ ദൃഷ്ടി ഉറപ്പിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധ വേറെ മാറിപ്പോകാതിരിക്കാനാണ്. ഇവിടെ തന്നെ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ വേറെ എവിടെയും ശ്രദ്ധ പോകാതിരിക്കാൻ, കോൺസെൻട്രേറ്റ് ചെയ്യാൻ, ഏകാഗ്രത, അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ നാസികാഗ്രത്തിൽ ദൃഷ്ടി ഉറപ്പിക്കണം എന്നല്ല യഥാർത്ഥത്തിൽ അതിന്റെ അർത്ഥം. മനസ്സിലായോ? കാരണം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ മൂക്കിന്റെ അറ്റം ശ്രദ്ധിച്ചുകൊണ്ട് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ കണ്ണു തുറന്നിട്ടുണ്ടാവുമല്ലോ, നല്ല മൂക്കിന്റെ അറ്റം നോക്കാൻ പറ്റുള്ളൂ. അപ്പൊ കണ്ണു തുറന്ന മൂക്കിന്റെ അറ്റം നോക്കിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ധ്യാനത്തിൽ മുഴുവൻ മൂക്കിന്റെ അറ്റം കാണാനേ പറ്റുള്ളൂ, വേറൊന്നും സംഭവിക്കില്ല. അപ്പൊ ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അത് വേറെയാണ്. അപ്പൊ ഇത് പോലെ എന്ന് പറയുന്നത് മൂക്കിന്റെ അഗ്രം ശ്രദ്ധിക്കുന്നത് പോലെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ കണക്കാക്കണം എന്നാണ് പറയാം. അപ്പോ ചിലര് പറയാറുണ്ട് നാസികാഗ്രം, ചിലര് ഭ്രൂമധ്യം, പുരികങ്ങൾ, രണ്ട് പുരികങ്ങളിലെയും മധ്യഭാഗം എന്ന് പറയാറുണ്ട്. പക്ഷെ രണ്ടായാലും കുഴപ്പമില്ല. ഉദ്ദേശിക്കുന്ന ഇതാണ്, നമ്മളുടെ കൺപോളകള് ഈ ദൃഷ്ടിയുടെ പരിസരം വിട്ട് പുറത്തേക്ക് പോകരുത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. കാരണം കണ്ണ് മുഴുവൻ തുറന്നു കഴിഞ്ഞാൽ ശ്രദ്ധ എല്ലായിടത്തേക്കും ആകും. അപ്പൊ അതാണ് ഈ രീതിയിൽ കൊണ്ടുവരുന്നത്. അപ്പൊ ഫോക്കസ്ഡ് ആവാൻ വേണ്ടിയിട്ടാണ് എന്നാണ് പറയുന്നത്. അപ്പോ കാരണം ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക, ചിലപ്പോ കണ്ണ് തുറന്ന് ചുറ്റും നോക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവാം, അങ്ങനെ തോന്നും. അപ്പൊ അങ്ങനെ കണ്ണ് തുറന്ന് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ധ്യാനം നടക്കില്ല, അല്ലെ, ധ്യാനം ഉറക്കില്ല. അതേപോലെ തന്നെ കഴിഞ്ഞുപോയ കാര്യങ്ങള്, ഭൂതകാലത്തിലെ കാര്യങ്ങള്, അത് മനസ്സിനെ അലട്ടാൻ അനുവദിക്കരുത് എന്നാണ് പറയുന്നത്. പിന്നെ അടുത്തത് ഭാവി, അല്ലെ, ഇത് രണ്ടിലുള്ള മനസ്സ് കൂടിക്കൊണ്ടിരിക്കണം, ഭൂതം ഭാവി, പാസ്റ്റും ഫ്യൂച്ചറും. അപ്പൊ പാസ്റ്റ് ആയാലും ഫ്യൂച്ചർ ആയാലും അതിനുമായി ബന്ധപ്പെട്ട ചിന്തകളൊന്നും മനസ്സിനെ ശല്യം ചെയ്യരുത്. അതാണ് പ്രശാന്താത്മത്വം എന്ന് പറഞ്ഞാൽ അതാണ്. പാസ്റ്റോ ഫ്യൂച്ചർ ഒന്നും ശല്യം ചെയ്യാതിരിക്കും. പിന്നെ അതേപോലെ ഭയം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധ്യാനത്തിലിരിക്കണം. ധ്യാനത്തിലിരിക്കുന്ന സമയത്ത് ഒരുപക്ഷെ തനിക്കോ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഉപദ്രവമോ അപകടമോ സംഭവിക്കുമോ എന്നുള്ളൊരു ചിന്ത ചിലപ്പോൾ വന്നേക്കാം. ആ ഭയം ഒഴിവാക്കുക. അതാണ് വിഗതഭീ എന്ന് പറഞ്ഞാൽ, വിഗതഭീത്വം എന്ന് പറഞ്ഞാൽ അതാണ് ഭയം ഒഴിവാക്കല്. അത് തന്നെ സംബന്ധിക്കുന്നതായാലും തനിക്ക് വേണ്ടപ്പെട്ടവരെ സംബന്ധിക്കുന്നതായാലും. അതേപോലെ തന്നെ ശാരീരികമായിട്ടുള്ള സുഖചിന്തകള് അതിനൊക്കെ ഒഴിവാക്കണം എന്നാണ് പറയുന്നത്. ശാരീരികമായിട്ടുള്ള സുഖചിന്തകളും അതിനു വേണ്ടിയുള്ള
വ്യക്തിബന്ധങ്ങളും അതിനെക്കുറിച്ചൊക്കെയാണ് മനസ്സ് ആലോചിക്കുന്നതെങ്കിൽ ധ്യാനം നടക്കില്ല. അല്ലെ? ആ കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. മനസ്സിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നടക്കുക. അപ്പൊ ധ്യാനം നടക്കില്ല. അപ്പൊ അതുകൊണ്ടാണ് ബ്രഹ്മചര്യ വ്രതം വേണം എന്ന് പറയുന്നത്. അതിന് കാരണം ഇതാണ്. ഇല്ലെങ്കിൽ ധ്യാനം നടക്കില്ല. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളായി കഴിഞ്ഞാൽ പിന്നെ പ്രത്യാഹാരം അഭ്യസിക്കാം എന്നാണ് പറയുന്നത്. എന്താണ് പ്രത്യാഹാരം? പ്രത്യാഹാരം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ഉള്ളിലേക്ക് തിരിക്കുക. ശ്രദ്ധ പുറമേ നിന്ന് ഉള്ളിലേക്ക്, വേറെ ഇതിലേക്ക് കൊണ്ടുവരും. പ്രത്യാഹാരം. പ്രത്യാഹാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആഹാരത്തിന് പകരം വേറൊരു ആഹാരം കൊടുക്കുക. മനസ്സിലായോ? നമ്മള് ബോധപൂർവം നമ്മളൊരു ആഹാരം മനസ്സിന് കൊടുത്തിട്ടില്ലെങ്കിൽ മനസ്സ് ഇന്ദ്രിയങ്ങളിലൂടെ വേറെ ആഹാരം അന്വേഷിച്ചു പോകും. മനസ്സിലായോ? ഞാൻ അങ്ങനെ ഓരോ കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അർത്ഥം. അപ്പൊ മനസ്സിന്റെ സ്വഭാവം അതാണ്. അപ്പൊ എന്ത് വേണം? പ്രത്യാഹാരം. അതിന് വേറൊന്നും നമ്മൾ ഇട്ട് കൊടുക്കാം. മനസ്സിന് ചിന്തിക്കാനായിട്ട് അല്ലെങ്കിൽ ശ്രദ്ധിക്കാനായിട്ട് വേറൊരു കാര്യം ഇട്ട് കൊടുക്കാം. പ്രത്യാഹാരം, മനസ്സംയമനം എന്ന് പറയാം. അപ്പൊ ഈ പ്രത്യാഹാരം നേടാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെന്ത് വേണം? ആത്മഭാവന ചെയ്യുക. എന്നിട്ട് ഉള്ളിൽ ഏതെങ്കിലും പ്രതീകത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത്, ഏതെങ്കിലും ഒരു പോയിന്റിൽ മനസ്സിനെ പിടിച്ചു നിർത്താം എന്നാണ് പറയുന്നത്. അങ്ങനെ ഏതെങ്കിലും ഒരു പോയിന്റിൽ മനസ്സ് ഫോക്കസ്ഡ് ആവുക. ഇതാണ് ധാരണ എന്നത്. മച്ചിത്തത്വം എന്ന് പറയും. ഇത് ധാരണയാണ്. ധാരണ. അതാണ് പ്രാണായാമ, പ്രത്യാഹാരം, ധാരണ, ധ്യാന, സമാധി. അതാണ് അതിന്റെ ഓർഡർ. അല്ലെ? അഷ്ടാംഗ യോഗയിൽ പറയുന്നത്. അതേപോലെയാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ധാരണ. അപ്പൊ ആ ധാരണ ഉറച്ചു കഴിഞ്ഞാൽ പിന്നെന്താ സംഭവിക്കുക? പിന്നെ ആത്മാവില് ആ എന്തിനാണോ ധ്യാനിക്കേണ്ടത് അതിൽ ഉറപ്പ് വരും. ഏതുപോലെ ചോദിച്ചു കഴിഞ്ഞാൽ തൈലധാരാവത്. യോഗസാര ഉപനിഷത്തിൽ പറയണ്ടല്ല, തൈലധാരാവത് അനുസന്ധാനം എന്നാണ് പറയുന്നത്. തൈലം ഒഴിക്കുന്നത് പോലെ. തൈലം ഒഴിക്കുമ്പോൾ എങ്ങനെ? വെള്ളം ഒഴിക്കുന്നതും എണ്ണ ഒഴിക്കുന്നതും വ്യത്യാസമുണ്ട്. വെള്ളം ഒഴിക്കുന്ന സമയത്ത് അത് ഒരേപോലെ വന്നോളണമെന്നില്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെതറിപ്പോവും വെള്ളം. നേരെ വെച്ച് ഓയിലാണെങ്കിലോ എണ്ണയാണെങ്കിലോ അതൊരു നൂല് പോലെ ഒരേപോലെ ഇങ്ങനെ വീഴും. എണ്ണ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകാൻ തട്ടാതെ. അതാണ് തൈലധാര പോലെ എന്ന് പറയാനാണ്. തൈലധാര പോലെ എന്ന് വെച്ചാൽ അതിന് ഇടതടവില്ല, ഇടയ്ക്ക് മുറിവില്ല, കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വരും. അതാണ് തൈലം, എണ്ണ ഒഴുകുന്നത്. വെള്ളമാണെങ്കിൽ ഇടയ്ക്ക് ബ്രേക്ക് വരാം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടിപ്പോയി എന്ന് വരാം. പക്ഷെ എണ്ണ അങ്ങനെയല്ല. എണ്ണ ഒഴിക്കുന്ന സമയത്ത് ഒരേ രീതിയിലാണ് താഴേക്ക് വരിക, ഇടമുറിയാതെ അങ്ങനെ വരും. അതേപോലെ ആത്മാവിൽ സ്മരണ സംഭവിക്കണം എന്നാണ്. ധ്യേയ വസ്തുവില് എന്തിനാണോ ധ്യാനിക്കുന്നത് അതില് ഇടതടവില്ലാതെ സ്മരണ അങ്ങനെ നിലനിൽക്കണം, എണ്ണ ഒഴുകുന്നത് പോലെ. ഇതാണ് ധ്യാനം. ഇതാണ് മത്പരത്വം എന്ന് പറഞ്ഞാൽ ഇതാണ് ധ്യാനം. അപ്പോ ഈ ക്രമം ശീലിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ യോഗാംഗത്തിൽ പറയുന്നുണ്ടല്ലോ പ്രാണായാമം, അത് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കും എന്നാണ് പറയുന്നത്. പ്രാണായാമം സംഭവിക്കും. ആ പ്രാണായാമം ഓട്ടോമാറ്റിക് നടക്കുന്നതുകൊണ്ട് പ്രാണായാമത്തിനെ കുറിച്ച് ഇതിൽ പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷെ ഇത് ഈ പറഞ്ഞ കാര്യങ്ങൾ ശീലിച്ചു കഴിഞ്ഞാൽ അത് പ്രാണായാമം ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെ ക്രമത്തില് മനസ്സിനെ ധ്യാനനിഷ്ഠയില് അല്ലെ, ധ്യാനത്തിൽ ഉറപ്പിക്കേണ്ട വിധമൊക്കെ പറഞ്ഞു. ഇനി എന്ത് വേണം? ആ ധ്യാനത്തിൽ ഉറയ്ക്കുന്ന മനസ്സ് ആത്മസുഖാനുഭവം, ആത്മാനുഭൂതിക്ക് യോഗ്യതയുള്ളതായി തീരും എന്നാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. ധ്യാനനിഷ്ഠയില് ഉറച്ചു കഴിഞ്ഞാൽ, ധ്യാനനിഷ്ഠമായി തീർന്നു കഴിഞ്ഞാൽ പിന്നെ ക്രമത്തില് ആത്മാനുഭൂതി, ആത്മസുഖ അനുഭവം, അതിന് യോഗ്യത ഉണ്ടായിത്തീരും എന്നാണ് ഇനി അടുത്ത ശ്ലോകത്തിൽ പറയാൻ പോകുന്നത്. അതാണ് 15ാമത്തെ ശ്ലോകം. ചൊല്ലിക്കോ. യുഞ്ജന്നേവം സദാത്മാനം യോഗി നിയതമാനസഃ ശാന്തിം നിർവാണ പരമാം മത്സം സമാധി ഗച്ഛതി. അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, യുഞ്ജന്നേവം സദാത്മാനം യോഗി നിയതമാനസഃ ശാന്തിം നിർവാണ പരമാം മത്സംസ്ഥാമതി ഗച്ഛതി. ശ്ലോകത്തിൽ പറയുന്നു. അപ്പൊ ഇതുപോലെ നേരത്തെ പറഞ്ഞ പ്രകാരം ആ ആത്മവസ്തുവിനെ, സത്യമായിട്ടുള്ള ആത്മവസ്തുവിനെ ധ്യാന പരിശീലനത്തിൽ കൂടി കണ്ടെത്താൻ ശ്രമിക്കുന്ന യോഗി. യോഗി എന്ന് പറഞ്ഞാൽ ഇവിടെ ആ ലക്ഷ്യബോധം ഉറപ്പു വന്നിട്ടുള്ള സാധകൻ. അതാണ് ആ ആത്മവസ്തുവിനെയാണ് ധ്യാനിക്കേണ്ടത്. അതാണ് സത്യമായിരിക്കുന്നത്. ആ സത്യത്തെ ധ്യാന പരിശീലനത്തിൽ കൂടി കണ്ടെത്താൻ ശ്രമിക്കുന്ന
ലക്ഷ്യബോധം ഉറപ്പുവന്നിട്ടുള്ള യോഗി ആ ബ്രഹ്മനിഷ്ഠമായ മോക്ഷത്തിന് ഉപകരിക്കുന്ന ശാന്തിയെ പ്രാപിക്കുന്നു എന്നാണ്. അതിൻ്റെ ഉള്ളിൽ അങ്ങേയറ്റം ശാന്തി വളരാനായിട്ട് തുടങ്ങും. നിർവാണ പരമാം ശാന്തി എന്നാണ് പറയുന്നത്. ഇപ്പോ എങ്ങനെയുള്ള മനസ്സിനെയാണ് നമ്മൾ ധ്യാനനിഷ്ഠമാക്കുന്നത്? ആത്മഭാവനയിൽ ഉറപ്പിച്ച് ധ്യാനനിഷ്ഠമാക്കുന്നത് എങ്ങനെയുള്ള മനസ്സിനെയാണ്? സാധാരണ പുറമേക്ക് ഓടിക്കൊണ്ടുപോയിരിക്കുന്ന മനസ്സിനെയാണ്, അല്ലെ? പുറമേയുള്ള വിഷയങ്ങളിലാണ് സുഖം, അതിലാണ് സന്തോഷം എന്ന് ഭ്രമിച്ച് പുറമേ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ മനസ്സിനെയാണ് പ്രത്യാഹാരത്തിലൂടെ പ്രത്യാഹരിച്ച് ആത്മഭാവനയിൽ ഉറച്ച് ധ്യാനനിഷ്ഠയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ അതല്ലെങ്കിൽ മനസ്സ് പുറമെ ഇങ്ങനെ ഓടിക്കളിച്ചുകൊണ്ടേയിരിക്കും. അതിനാണ് ഇപ്പൊ തിരിച്ചു കൊണ്ടുവരുന്നത്. അപ്പൊ ഈ ധ്യാനം നിരന്തരമാവുന്നതോടെ, അനുസ്യൂതമാവുന്നതോടെ, നേരത്തെ തൈലധാരാവൻ അങ്ങനെ ആകുന്നതോടുകൂടി ഉള്ളില് ഒരു പ്രസന്ന ഭാവം വളരാൻ തുടങ്ങുന്നതാണ്. ഉള്ളിൽ ഒരു മനപ്രസാദം ഉള്ളിലുണ്ടാവും. പിന്നെയോ ശാന്തി പ്രകാശിക്കാൻ, ശാന്തി അനുഭവിക്കാൻ തുടങ്ങുന്നതാണ് വരുന്ന ഉള്ളിൽ ഈ ധ്യാനം സംഭവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ. പിന്നെ മാത്രമല്ല, ഇതിന്റെ അർത്ഥം എന്താണ്? അപ്പൊ ഉള്ളില് മനസ്സിനെ ഉള്ളിലേക്ക് തിരിക്കുമ്പോ, അല്ലെ, ആത്മാവസ്ഥയിൽ അങ്ങനെ ധ്യാനം സംഭവിക്കുമ്പോ ഉള്ളില് ഒന്നിനെയും ആശ്രയിക്കാത്ത ഒരു ശാന്തി ഉള്ളിലുണ്ടാവുമെന്ന് ബോധ്യമാ. അത് അനുഭവിക്കാൻ തുടങ്ങും. അത് അനുഭവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ബോധ്യമാവും. എന്താണ് ബോധ്യമാവുക? പുറമെ ഒന്നിനെയും ആശ്രയിക്കാതെ അങ്ങേയറ്റത്തെ ഒരു ശാന്തി ഉണ്ടാക്കുന്ന എന്തോ ഒരു വസ്തു തന്റെ ഉള്ളിലുണ്ട് എന്നുള്ള ബോധ്യം വരും. അതുകൊണ്ടാണല്ലോ ഉള്ളിലേക്ക് തിരിക്കുമ്പോൾ ശാന്തി അനുഭവിക്കാൻ സാധിക്കുന്നത്, അല്ലെ? ശരിയല്ല? അപ്പോ അതിന്റെ തെളിവ് അതാണ്. ഉള്ളിലേക്ക് തിരിയുമ്പോൾ ശാന്തി വരേണ്ടതെന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ശാന്തി തരുന്ന എന്തോ ഒരു വസ്തു ഉള്ളിലുണ്ട് എന്നാണ് ഇതിന്റെ അർത്ഥം. അതുകൊണ്ടാണ് ഉള്ളിലേക്ക് തിരിയുമ്പോൾ ആ ശാന്തി ഉണ്ടാവുന്നത്. അപ്പോ വസ്തുവിചാരം ചെയ്ത്, ആത്മവിചാരം ചെയ്ത് ലക്ഷ്യബോധം അതെന്താണെന്ന് ഉറച്ചിട്ടുള്ള ഒരാൾക്ക് ഈ രീതിയിൽ അനുഭവപ്പെടുന്ന ആ ഒരു ശാന്തി, ഇതിന് ശീതളത എന്ന് പറയാം. അന്തശീതളത, ഹൃദയ ശീതളത എന്നൊക്കെ പറയും. അപ്പൊ ഉള്ളിലൊരു കുളിർമ, ആ ഒരു കുളിർമയിലൂടെ ആത്മസാന്നിധ്യം അനുഭവപ്പെടും എന്നാണ് പറയുന്നത്. ആ പ്രസൻസ് വ്യക്തമായിട്ട് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും. അത് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും. അപ്പൊ സമാധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. ആ അന്തശീതള, ഉള്ളിലൊരു സുഖം, ഒരു തണുപ്പ്, ഒരു ശാന്തി, അതിലൂടെ അനുഭവിക്കാൻ പറ്റുന്ന ആത്മാനുഭൂതി, ആത്മാനുഭവം, അത് തന്നെയാണ് സമാധി എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ സമാധി സാധിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ചോദിച്ചു കഴിഞ്ഞാൽ, നേരത്തെ ഈ കാര്യങ്ങളൊക്കെ ആത്മാനുഭവത്തെ കുറിച്ചൊക്കെ, ആത്മാവിനെ കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഗുരുപദേശത്തിലൂടെ നമ്മൾ സിദ്ധാന്തപരമായിട്ട് നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട് ഇതെന്താന്നുള്ളത്. ഇപ്പൊ ഇവിടെ അതിനെ അനുഭവിച്ചറിയണം. അപ്പൊ ആ നേരത്തെ കേട്ട കാര്യങ്ങള്, ബുദ്ധിയുടെ തലത്തില് ഗ്രഹിക്കാൻ സാധിച്ച കാര്യങ്ങള് ഇപ്പൊ ഇവിടെ ധ്യാനത്തിലൂടെ അനുഭവിച്ചറിയണ്. ധ്യാനത്തിലൂടെ, അതാണ് വിജ്ഞാനം. അനുഭവിച്ചറിയുന്നു എന്ന് മാത്രമല്ല, ആ ബ്രഹ്മാനന്ദത്തിന്റെ സോഴ്സ്, അതിന്റെ ഉറവിടം ഏതാണെന്ന് കണ്ടെത്തുകയും ചെയ്യുന്നു എന്നാണത്. ഇത് തന്നെയാണ് നിർവ്വാണപരമായിട്ടുള്ള ശാന്തി എന്ന് പറഞ്ഞാൽ. മോക്ഷത്തിലേക്ക് നയിക്കുന്ന ശാന്തിയാണിത് എന്നാണ്. അപ്പൊ ധ്യാനം സമാധിയിലേക്ക് നയിക്കുന്നു, സമാധി ബ്രഹ്മസാക്ഷാത്കാരത്തിലേക്ക് വഴിതെളിയിക്കുന്നു എന്നാണ് പറയുന്നത്. ആണ് അതിന്റെ ക്രമം. അപ്പൊ ഈ ധ്യാനം പരിശീലിക്കുന്നവർ, ധ്യാനയോഗം അഭ്യസിക്കുന്നവർ ധാരാളം ഉണ്ട് എന്നാണ് പറയുന്നത്. ഒരുപാട് പേര് ധ്യാനം അഭ്യസിക്കുന്നുണ്ട്. പക്ഷേ പലർക്കും വളരെ കാലം ധ്യാനം അഭ്യസിച്ചിട്ടും സമാധിയിലെത്താൻ പറ്റുന്നില്ല. സമാധിയിലെത്താൻ പറ്റുന്നില്ല, ബ്രഹ്മസാക്ഷാത്കാരത്തിൽ ഒന്നും എത്താൻ പറ്റുന്നില്ല പലർക്കും. അതിന് കാരണമുണ്ട്. എന്താണെന്നറിയാമോ? അതിന് കാരണം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരു ഡിസിപ്ലിൻ ഇല്ലാത്തത് കൊണ്ടാണ്, ഒരു ചിട്ട ഇല്ലാത്തത് കൊണ്ടാണ് എന്നാണ്. കേൾക്കുന്നുണ്ടോ എല്ലാവരും? യെസ്, ജീവിതത്തിൽ ഒരു ചിട്ട വേണം എന്നാണ് പറയുന്നത്. ഒരു ഡിസിപ്ലിൻ വേണം. ആ ഡിസിപ്ലിൻ ഉണ്ടെങ്കിലേ ഈ സമാധി അല്ലെങ്കിൽ ബ്രഹ്മസാക്ഷാത്കാരം ഇതൊക്കെ അനുഭവിക്കാനായിട്ട് സാധിക്കുള്ളൂ. ആത്മാനുഭൂതി, ആത്മാനുഭവം ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ ധ്യാനയോഗം സമാധിയിലേക്ക് എത്തിക്കുന്നു എന്ന് പറഞ്ഞു. സമാധി തുടർന്ന് ബ്രഹ്മാനുഭവമായി മാറുന്നു. അപ്പൊ അങ്ങനെ സംഭവിക്കണമെങ്കിൽ ജീവിതത്തിൽ മൊത്തത്തില് ഒരു ഡിസിപ്ലിൻ, ഒരു ചിട്ട വേണം എന്നാണ് പറയുന്നത്. അപ്പൊ ഇനി അത് എന്തൊക്കെയാണ് ചിട്ട എന്നുള്ളതാണ് അടുത്തതിൽ പറയാനായിട്ട് പോകുന്നത്. അടുത്ത ശ്ലോകം കൂടി നമ്മൾക്ക് നോക്കാം. 16-ാമത്തെ ശ്ലോകം ചൊല്ലുക.
നാത്യസ്നതസ്തു യോഗോസ്തി നൈച്ഛാകാന്തമനസ്നതഃ നാചാദിപ്സുപ്നശീലസ്യ ജാഗ്രതോ നൈവ ചാർജുന. ആ അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, എന്തുകൊണ്ടാണ് ഇത് ഫലവത്താവാത്തത്? അതിനെക്കുറിച്ചാണ് ജീവിതത്തിൽ ഒരു ചിട്ട വേണം എന്ന് പറഞ്ഞു അല്ലെ. എന്താണ് ആ ചിട്ട? ജ്ഞാത്യശ്നതസ്തു യോഗോസ്തി ന ചൈകാന്ത മനശ്നത ന ചാതി സ്വപ്നശീലസ്യ ജാഗ്രതോ നൈവ ചാർജുന. നൈവ ചാർജുന അതാണ് പറയുന്നത്. എന്താണ് എന്റെ അർത്ഥം? അർജുനോട് പറയുന്നത്, അല്ലയോ അർജുന, അത്യശ്നത എന്നാൽ വേണ്ടതിലധികം ഭക്ഷിക്കുന്ന ആൾക്കാര്, ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷണം കഴിക്കുന്ന ആൾക്ക് എന്ത് സംഭവിക്കുക? യോഗ നതു അസ്തി, ധ്യാനസ്ഥിരത ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. കേട്ടോ എല്ലാവരും? കൂടുതലായിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ധ്യാനം സംഭവിക്കും. അഡ്വാൻസ് കോഴ്സിനൊക്കെ പോകുമ്പോൾ പറയാറില്ലേ നമ്മൾ, ഭക്ഷണം ആവശ്യത്തിന് പാകത്തിനെ കഴിക്കാൻ പാടൂ എന്ന് പറയാറുണ്ട്. കാരണം അഡ്വാൻസ് കോഴ്സ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ഭക്ഷണം കഴിച്ചാൽ നല്ല ടേസ്റ്റി ഫുഡായിരിക്കും. കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ ധ്യാനം സംഭവിക്കില്ല. അപ്പോ വേണ്ടതിലധികം ഭക്ഷണം കഴിക്കുന്ന ആൾക്ക് ധ്യാനസ്ഥിരത ഉണ്ടാവില്ല. പിന്നെയോ കൂടുതൽ സമയം ഭക്ഷണം കഴിക്കാതിരിക്കുന്നവർക്കും പട്ടിണി കിടക്കുന്നവർക്കും കൂടുതൽ സമയം പട്ടിണി കിടക്കുന്നവർക്കും ധ്യാനം സംഭവിക്കില്ല എന്നാണ്. അതേപോലെ പിന്നെയോ കൂടുതൽ സമയം ഉറങ്ങുന്നവർക്ക്, ആവശ്യത്തിലധികം ഉറങ്ങുന്നവർ, അതിസ്വപ്നശീലസ്യ ക്ഷന, ആവശ്യത്തിലധികം ഉറങ്ങുന്നവർക്ക് യോഗം സാധ്യമല്ല, ധ്യാനിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ ഉറങ്ങാതെ വേണ്ടതിലധികം ഉണർന്നിരിക്കുന്നവർക്കും അത് സാധ്യമല്ല. ഇതൊക്കെ പാകത്തിന് പാടുള്ളൂ എന്നാണ് പറയുന്നത്. കൂടുതലായാൽ ഒന്നും നടക്കില്ല, ധ്യാനം നടക്കില്ല. അപ്പോ അങ്ങനെയാണെങ്കിൽ അപ്പൊ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു. ഈ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് യോഗം സംഭവിക്കില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്ക് ഒന്ന്, വേണ്ടതിലധികം ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷണം കഴിക്കുക, ധ്യാനം നടക്കില്ല. കൂടുതൽ സമയം ഭക്ഷണം കഴിക്കാതിരിക്കുക, പട്ടിണി കിടക്കുക, ധ്യാനം നടക്കില്ല. കൂടുതൽ സമയം ഉറങ്ങുന്നവർക്ക് ധ്യാനം നടക്കില്ല, തീരെ ഉറങ്ങാത്തവർക്കും ധ്യാനം നടക്കില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ ആർക്കാണ് ഇത് ഫലിക്കുക, ഈ ധ്യാനം ഫലിക്കുക? എങ്ങനെയുള്ളവർക്കാണ് ഈ ധ്യാനം ഫലിക്കാൻ പോകുന്നത്? അതാണ് അടുത്തത് പറയുന്നത്. അതും കൂടി നോക്കാം നമ്മൾ. ഓക്കെ, അടുത്ത ശ്ലോകം 17-ാമത്തെ ശ്ലോകം. യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്തസ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ. എങ്ങനെയുള്ളവർക്കാണ് ഇത് സാധിക്കുക യോഗം? ആർക്കാണ്? യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്തസ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ. എന്താണ് ഇതിനർത്ഥം? യുക്താഹാര വിഹാരസ്യ എന്ന് പറഞ്ഞാൽ ലക്ഷ്യം എന്താണ് മറക്കാതെ ഭക്ഷണം ആവശ്യത്തിന് മാത്രം, യുക്താഹാരം ആവശ്യത്തിന് മാത്രം ഭക്ഷണം കഴിക്കുക. പിന്നെ വിഹാരം എന്ന് പറഞ്ഞാൽ ഈ ലൗകിക കർമ്മങ്ങളിൽ, ലോകസുഖങ്ങളിൽ ഏർപ്പെടുക. എങ്ങനെ? യുക്തമായ രീതിയിൽ എന്ന് പറഞ്ഞാൽ ആ കർമ്മവാസന ക്ഷയിക്കണം എന്നുള്ള അത് ലക്ഷ്യം വെച്ചുകൊണ്ട് ന്യായമായി മാത്രം, അതിനു വേണ്ടി മാത്രം ലോകസുഖങ്ങളിൽ ഏർപ്പെടുക. അത് തീരെ വേണ്ടാന്ന് പറഞ്ഞില്ല. കാരണം ഉള്ളിൽ വാസന ഉണ്ടാവും. സാധകനാണ്, നേരത്തെ പറഞ്ഞു, വാസന തീരെ പോയിട്ടില്ല. അപ്പൊ ആ വാസനയ്ക്കനുസരിച്ചിട്ടുള്ള വ്യവഹാരം അതാവാമെന്നാണ് പറയുന്നത്. അതുപോലെ കർമ്മസ് യുക്തചേഷ്ടസ്യ എന്നാൽ തന്റെ സ്വധർമ്മമായ കർമ്മം എങ്ങനെ അനുഷ്ഠിക്കണം? അത് നേരെ തുടക്കത്തിൽ പറഞ്ഞു അല്ലെ, ലക്ഷ്യബോധത്തോടുകൂടി യജ്ഞരൂപത്തിൽ നിർവഹിക്കുക. പിന്നെ യുക്ത സ്വപ്നാവബോധസ്യ എന്താണ്? യുക്തമായ രീതിയിൽ വേണ്ട രീതിയിലുള്ള ഉറക്കം, ആവശ്യത്തിന് ഉറങ്ങുക, അതുപോലെ ആവശ്യത്തിന് ഉണർന്നിരിക്കുക. അങ്ങനെയുള്ളവർക്ക് ഈ യോഗം, ധ്യാനം എന്ന് പറയുന്നത് ദുഃഖഃ ഭവതി, എല്ലാ ദുഃഖങ്ങളെയും ശമിപ്പിക്കുന്ന ഒരു സമാധാനവുമായി മാറും എന്നാണ് പറയുന്നത്. ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ, ഏത് രീതിയിൽ? ലക്ഷ്യം മറക്കാതിരിക്കുക, അല്ലെ, എന്റെ ലക്ഷ്യം എന്താണെന്ന് ഓർമ്മ വേണം. എന്നിട്ട് ആവശ്യത്തിന് മാത്രം ഭക്ഷണം കഴിക്കുക. എന്നിട്ട് ലോകസുഖങ്ങളിൽ ഏർപ്പെടുന്ന എങ്ങനെ വേണം? ആ വാസന ക്ഷയിച്ചു പോകാൻ തക്കവണ്ണം ന്യായമായ രീതിയിൽ ലോകസുഖങ്ങളിൽ ഏർപ്പെടുക.
അതുപോലെ സ്വധർമ്മമായ തന്റെ കർമ്മം ലക്ഷ്യബോധത്തോടുകൂടി ഏറ്റ രൂപത്തിൽ നിർവഹിക്കുക. അതൊക്കെ എന്താണെന്നുള്ളത് നേരത്തെ സൂചിപ്പിച്ചു അല്ല, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ, ഫലസംഘമില്ലാതെ എന്നൊക്കെ പറഞ്ഞു. ആവശ്യത്തിന് ഉറങ്ങുക അല്ലെ, അതേപോലെ ആവശ്യത്തിന് ഉണർന്നിരിക്കുക. അങ്ങനെയുള്ള സാധകന്, ആ സാധകനെ സംബന്ധിച്ച് ഈ ധ്യാനം എല്ലാ ദുഃഖങ്ങളെയും അകറ്റുന്ന സമാധി അനുഭവമായി മാറും ധ്യാനം എന്നാണ് പറയുന്നത്. അതാണ് യോഗോ ഭവതി ദുഃഖ, എല്ലാ ദുഃഖങ്ങളെയും നീക്കം ചെയ്യും ഈ ധ്യാനം എന്നാണ് പറയുന്നത്. അപ്പോ ശരിക്കും പറഞ്ഞാൽ നമ്മളിലേക്ക് എല്ലാ പ്രവർത്തനങ്ങളും, മനുഷ്യന്റെ എല്ലാ പ്രവർത്തനങ്ങളും എന്തിനു വേണ്ടിയിട്ടാ? സുഖം അനുഭവിക്കാൻ അല്ലെങ്കിൽ ആത്മസംതൃപ്തി അനുഭവിക്കാൻ വേണ്ടിയുള്ള എഫേർട്ടാണ്. എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അതിന്റെ ഉദ്ദേശം അതാണ് അല്ലെ, സുഖമായിട്ടിരിക്കും അല്ലെങ്കിൽ ആത്മസംതൃപ്തി അനുഭവിക്കുക എന്നുള്ളതാണ്. അപ്പൊ ദുഃഖം എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ സുഖമാണ് എല്ലാവർക്കും വേണ്ടത്, പക്ഷെ ദുഃഖം അനുഭവിക്കുന്നുണ്ട്. അപ്പൊ ദുഃഖം അനുഭവിക്കാനുള്ള കാരണം എന്തായിരിക്കും? സത്യം എന്താണെന്നുള്ള അജ്ഞത, സത്യത്തിനെ കുറിച്ചുള്ള അറിവില്ലായ്മ അല്ലെ, വസ്തുസ്ഥിതി എന്താണ് അതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ്. പിന്നെ ഭൂതം, പാസ്റ്റ്, ഫ്യൂച്ചർ, ഇതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മ. ഇതുകൊണ്ടൊക്കെ തൽക്കാലം ഉണ്ടാകുന്ന ഒരു അനുഭവമാണ് ദുഃഖം എന്ന് പറയുന്നത്. അപ്പോ ധ്യാനം സമാധിയായി മാറിക്കഴിഞ്ഞാൽ, അത് സമാധിയായി മാറിയിട്ട് ആ സത്യവസ്തുവായ ആത്മാവ് തെളിയുന്ന സമയത്ത് ആത്മസ്വരൂപം എന്നത് അനന്തമായ സുഖമാണെന്ന് അനുഭവിക്കാൻ സാധിക്കും. അത് അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ കൃത്രിമമായിട്ടുള്ള ദുഃഖാനുഭവങ്ങളൊക്കെ എന്നേക്കുമായി വിട്ടുപോകുന്നതാണ് പറയുന്നത്. കാരണം ദുഃഖാനുഭവങ്ങളൊക്കെ കൃത്രിമമാണെന്ന് പ്രത്യേകം പറഞ്ഞു. എന്താ കാരണം ചോദിച്ചാൽ അത് നമ്മളുടെ നേച്ചർ അല്ല. ദുഃഖം എന്ന് പറയുന്നത് നമ്മളുടെ നേച്ചർ അല്ല. സുഖമാണ്, ആനന്ദമാണ് നമ്മളുടെ നേച്ചർ. അപ്പൊ ദുഃഖം കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്നതാണ്, അജ്ഞത കാരണം ഉണ്ടാവുന്നതാണ് ദുഃഖം എന്ന് പറയുന്നത്. അപ്പൊ ഈ ധ്യാനത്തിലൂടെ സമാധി അവസ്ഥ അനുഭവിച്ചു കഴിഞ്ഞാൽ എന്താണ്? ആ സത്യം, ആ വസ്തു, ആത്മാവ് തെളിയും അല്ലെ, അതോടുകൂടി ബോധ്യമാവും അതിന്റെ സ്വരൂപം, ആത്മാവിന്റെ സ്വരൂപം എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ ആനന്ദമാണ്, സുഖമാണ്, അനന്ത സുഖമാണ് എന്ന് അനുഭവിക്കാൻ പറ്റും. അപ്പൊ പിന്നെ എല്ലാ ദുഃഖങ്ങളും എന്നേക്കുമായി വിട്ടുപോകുന്നതാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ സമാധി എന്ന് പറഞ്ഞാൽ ദുഃഖത്തെ ഇല്ലാതാക്കുന്നതാണ് എന്ന് പറയാനുള്ള കാരണം അതാണ്. ദുഃഖങ്ങളെല്ലാം നീക്കം ചെയ്യുന്നതാണ് ഈ സമാധി അവസ്ഥ എന്നാണ്. അപ്പൊ ആ യോഗം, ധ്യാനയോഗം, അത് സമാധിയിലെത്തുന്നതോടെ ആത്മാനന്ദ അനുഭവം ഒരു സംശയം വ്യക്തമായിട്ട് അത് അനുഭവിച്ചറിയാൻ സാധിക്കുന്നതാണ് പറയുന്നത്. പിന്നെ അതിനെ തുടർന്ന് എന്താ സംഭവിക്കുക? ആ സുഖാനുഭവത്തില്, ആ ആത്മസുഖാനുഭവത്തില് മുഴുകിയിരിക്കാൻ ആ യോഗിയുടെ, സാധകന്റെ ചിത്തം തയ്യാറെടുക്കുന്നതാണ്, കൂടുതൽ അതിൽ തന്നെ മുഴുകി ഇരിക്കാനായിട്ട്. അപ്പൊ അങ്ങനെ വന്ന് എന്താ സംഭവിക്കുക? പുറമേക്ക് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ, വ്യവഹാര ദശയിലാണെങ്കിലും അദ്ദേഹത്തിന്റെ ആ സുഖാനുഭവം തുടർന്നു പോകുന്നതാണ് പറയുന്നത്. അത് ആശ്രയമായി ഭവിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ആരുടെ മനസ്സാണോ, ആരുടെ ചിത്തമാണോ ആത്മാവിൽ സ്ഥിരമായിട്ട് പിടിച്ചു നിൽക്കുന്നത്, സ്ഥിരപ്രതിഷ്ഠമായി തീരുന്നത്, അദ്ദേഹത്തെയാണ് യുക്തൻ എന്ന് പറയുന്നത്. ഭഗവാൻ തുടർന്ന് പറയും അടുത്ത ശ്ലോകത്തില്. അതാണ് പറയാൻ പോകുന്നത്. അത് നമ്മൾക്ക് നാളെ നോക്കാം, അടുത്ത സെഷനിൽ നോക്കാം. കണ്ണുകൾ അടച്ചു വയ്ക്കാം. നട്ടെല്ല് നിവർന്നിരിക്കട്ടെ. കൈകൾ മടിമേൽ മലർത്തിരിക്കൂ. ദീർഘമായ ശ്വാസമെടുക്കാം. സാവകാശം പുറത്തേക്ക് വിടാം. കൈകൾ അയഞ്ഞിരിക്കുന്നു, തോളുകൾ അയഞ്ഞിരിക്കട്ടെ. മുഴുവൻ ശ്രദ്ധയും തന്നിൽ തന്നെ. ഉള്ളിൽ അനുഭവപ്പെടുന്ന ശാന്തി, ആനന്ദം, അതിൽ വിശ്രമിക്കും. ഓം സം സമിദ്ധ്യുപസേ വൃഷന്നഗ്നേ വിശ്വാനര്യ ഇലസ്പദേ സമിധ്യസേ സനോവശൂന്യാഭര
സംഘച്ഛധ്വം സംവദധ്വം സംവോ മനാംസി ജാനതാം ദേവാഭാഗം യഥാ പൂർവേ സഞ്ജാനാന ഉപാസത്തെ സമാനോ മന്ത്രഃ സമിതിഃ സമാനീ സമാനം മനഃസഹ ചിത്തമേഷ സമാനം മന്ത്രമഭിമന്ത്ര ഏവ സമാനേന വോഹവിഷാ ജുഹോമി സമാനീവ ആഗൂതിഃ സമാനാ ഹൃദയാനി വഹ സമാനമസ്തു വോ മനോ യഥാ വസ്തു സഖാസതി നമോ ബ്രഹ്മണേ നമോ വസ്തുഅഗ്നയേ നമഃ പൃഥവ്യേ നമഃ ഓഷധിഭ്യഃ നമോ വാചേ നമോ വാചസ്പതയേ നമോ വിഷ്ണവേ ബൃഹദേ കരോമി. ഓം ശാന്തി ശാന്തി ശാന്തി. ദീർഘമായ ശ്വാസമെടുക്കാം. സാവകാശം പുറത്തേക്ക് വിടാം. ഈ സ്വന്തം ശരീരത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് പൂർണ്ണ തൃപ്തിയോടുകൂടി വളരെ സന്തോഷപൂർവം സാവകാശം കണ്ണുകൾ തുറക്കാം.